നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമൻ നാരായണീയത്തിൽ ദശകം 29 മോഹിനി രൂപവർണ്ണനം വരികൾ സഹിതം തുടരുന്നു. ശ്ലോകങ്ങൾ 7, 8, 9, 10. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വം കാലനേമിം മദമാലി മുഗാൻ ജഗന്ത ശക്രോ ജഘാന ബലി ജംബവലാൻ സപാകാൻ ശുഷ്കാർദ്ര ദുഷ്കരവദേ നമുചൗചലൂനേം ഫേനേന നാരദഗിരാന്യരുണോരണം തം. ത്വം കാലനേമീം അധമാലിമുഗാൻ ജഗന്ധ ശക്രോ ജഗാന ബലി ജംബവലാൻ സപാകാൻ ശുഷ്കാർദ്ര ദുഷ്കരവധേ നമുചൗചലൂനേ ഫേനേന നാരദഗിരാന്യരുണോരണം തം. ഭഗവാനെ ഗുരുവായൂരപ്പ, അവിടുന്ന് യുദ്ധത്തിൽ കാലനേമിയെയും പിന്നെ മാലി മുതലായവരെയും സംഹരിച്ചു. ദേവേന്ദ്രൻ പാകനോടൊപ്പം മഹാബലി, ജമ്പൻ, ബലൻ എന്നിവരെയും സംഹരിച്ചു. ഉണങ്ങിയതുകൊണ്ടോ നനഞ്ഞതുകൊണ്ടോ വധിക്കാൻ കഴിയാത്ത നമുജിയെ ഇന്ദ്രൻ വെള്ളത്തിലെ നുര കൊണ്ടു കൊന്നു. പിന്നെ ആ യുദ്ധം കണ്ട് നാരദൻ വന്നു പറഞ്ഞതനുസരിച്ച് അങ്ങ് ആ യുദ്ധത്തെ നിരോധിക്കുകയും ചെയ്തു. യുദ്ധം മൂർധന്യ ദിശയിലെത്തിയപ്പോൾ അസുരന്മാരുടെ വംശനാശം സംഭവിക്കുമോ എന്ന് ഭയന്ന ബ്രഹ്മദേവൻ നാരദനെ യുദ്ധസ്ഥലത്തേക്ക് പറഞ്ഞുവിട്ട പ്രകാരമാണ് നാരദൻ വന്നതും യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞതും. അതനുസരിച്ചാണ് ഭഗവാൻ യുദ്ധം നിരോധിച്ചത്. ഫേനമെന്നാൽ നുര എന്നാണ് അർത്ഥം. നുര ഉണങ്ങിയതുമല്ല നനഞ്ഞതുമല്ല. അതാണ് നുര കൊണ്ട് നമുജിയെ ഹരിച്ചത്. നനഞ്ഞ വസ്ത്രം കൊണ്ടോ ഉണങ്ങിയ വസ്തു കൊണ്ടോ ഉണങ്ങിയ വസ്തു കൊണ്ടോ തനിക്ക് നാശമുണ്ടാകരുതെന്ന വരം നേടിയിരുന്നു. ശ്ലോകം 8. യോഷാവപൂർധനുജമോഹനം മാഹിതം തേ ശ്രുതാവിലോകന കുതൂഹലവാൻ മഹേശഃ ഭൂതൈ സമം ഗിരിജയാ ജഗദപദം തേ സ്തുത്വാ ബ്രവീദഭിമതം ത്വം മധുതിരുദാഹം. യോഷാവപൂർധനുജമോഹനം മാഹിതം തേ ശ്രുതാവിലോകന കുതൂഹലവാൻ മഹേശഃ ഭൂതൈ സമം ഗിരിജയാ ജഗദപദം തേ സ്തുത്വാ ബ്രവീത് അഭിമതം ത്വം അധോതിരോധാം. അങ്ങ് അസുരന്മാരെ മോഹിപ്പിക്കാൻ മോഹിനി വേഷം ധരിച്ച വിവരമറിഞ്ഞ് മഹാദേവൻ ആ രൂപമൊന്നു കാണാൻ ആഗ്രഹിച്ചു. അതിനായി ഭൂതഗണങ്ങളോടും പാർവതിയോടും കൂടി വൈകുണ്ഠത്തിലെത്തി അങ്ങേ സ്തുതിച്ച് ആഗ്രഹം അറിയിച്ചു. എന്നാൽ അങ്ങ് പെട്ടെന്ന് അവിടെ നിന്ന് തിരോഭവിക്കാനുണ്ടായത്. ശ്ലോകം 9. രാമസീമനി ജഗന്തുഗാധലീല ലോലായമാനനയനാം കമനീ മനോജ്ഞാം
ത്വാം യേഷ വീക്ഷ്യ വികലത് വസനമനോ ഭൂവേഗാത് അനങ്കരിപൂരംഗസമാലിലിംഗ ആരാമസീമനീ ച കന്തുകഗാധലീല ലോലായമാനനയനാം കമനീമനോജ്ഞാം ത്വാം യേഷ വീക്ഷ്യ വികലത് വസനാം മനോഭൂവേഗാന്തനങ്കരിപുർ അംഗസമാലിലിംഗ. അന്തർധാനം ചെയ്തപ്പോൾ നാലുപാടും പകച്ചു നോക്കിയ ശിവൻ ആരാമപ്രദേശത്ത് ഒരു കാഴ്ച കണ്ടു. പൂന്തോട്ടത്തിൽ ഒരിടത്തൊരു സുന്ദരിമണി ഒറ്റയ്ക്ക് പന്തടിച്ചു കളിക്കുന്നു. പന്തിനോടൊപ്പം തന്നെ സുന്ദരിയുടെ കൺമിഴികളും തുള്ളിക്കളിക്കുന്നു. അതിനിടയ്ക്ക് ഒരു കാറ്റ് ആ മാൻമിഴികളുടെ ഉടുവസ്ത്രം അഴിഞ്ഞുലയ്ക്കുന്നു. അത് കണ്ട ശിവന് മനസ്സിളകി. കാമാതുരനായ കൈലാസനാഥൻ അനങ്ക പരവശനെ ഓടിച്ചെന്ന് ആ സുന്ദരിമണിയെ പുണർന്നുപോയി. ശ്ലോകം 10. ഭൂയോ അഭിവിദ്രുപദേമുപധാവ്യദേവോ വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധഃ ത്വന്മാനിതസ്തവമകത്വം ഉവാച ദേവൈ തത്താദൃശസ്ത്വം അവവാദനികേതനാഥ. ശിവൻ്റെ ആലിംഗനത്തിൽ നിന്ന് കുതറി മോഹിനിയുടെ പിന്നാലെ ഓടിയ ശിവന് രേതസ്കലിച്ചു. പോയപ്പോൾ പരമാർത്ഥബോധമുണ്ട് അദ്ദേഹം പിന്തിരിഞ്ഞു. അദ്ദേഹം അങ്ങയാൽ ബഹുമാനിക്കപ്പെട്ടവനായി. ശിവൻ പാർവതിദേവിയോട് അങ്ങയുടെ മഹാത്മ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അല്ലയോ ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള അങ്ങയ്ക്ക് തുല്യൻ അങ്ങ് മാത്രമാണ്. അങ്ങയോട് കിടപിടിക്കാൻ മറ്റൊരാളില്ല തന്നെ. അങ്ങനെയുള്ള അങ്ങ് എന്നെ രക്ഷിക്കണമേ. നമസ്തേ. അടുത്ത ഭാഗം ദശകം 30 വാമനാവതാരം തുടരും നാളെ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ.